ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിലുടനീളം ദൈവത്തിന്റെ ആത്മാവ് നമ്മളെല്ലാവരെയും ഏറ്റെടുക്കുകയാണ്. നമ്മുടെ ചിന്തകളെയും വികാര വിചാരങ്ങളെയും ആലോചനകളെയും എല്ലാം ദൈവത്തിന്റെ ആത്മാവ് ഏറ്റെടുക്കുകയാണ്. സാധിക്കുമെങ്കിൽ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഇന്ന് 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷയിലുടനീളം ഞങ്ങളിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണേ. കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിനെ നമുക്ക് വിളിക്കാം. കണ്ണടച്ചോ. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ അസ്വസ്ഥപ്പെടേണ്ട. ഏത് ജീവിതാനുഭവങ്ങളായിക്കോട്ടെ, അതിൻ്റെ ഒത്ത നടുവിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് അതിശക്തമായി അഗ്നിയായി വ്യാപരിക്കുന്ന സമയം 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. തടസ്സങ്ങൾ മാറണമേ. കൃപയ്ക്ക് മേൽ കൃപ നിറയണമേ. ഹല്ലേലൂയാ. കൈകളടിച്ചു പാടാം. കൈയടിച്ച്. ആത്മാവിൻ തീയെ, സ്വർഗീയ തീയെ എന്റെ ഉള്ളിൽ ആളിക്കത്തിവാ. ഞാനായ യേശുവിൻ നാമമുയർത്താൻ എന്റെ ഉള്ളിൽ ആളിക്കത്തിവാ. ആത്മാവിൻ തീയെ, സ്വർഗീയ തീയെ എന്റെ ഉള്ളിൽ ആളിക്കത്തിവാ. ഞാനായ യേശുവിൻ നാമമുയർത്താൻ എന്റെ ഉള്ളിൽ ആളിക്കത്തിവാ. ഞാൻ നിനക്കായി കത്തിയെരിഞ്ഞിടാം. ഞാൻ നിന്റെ വേലയെ തികച്ചിടാം. ഞാൻ നിനക്കായി കത്തിയെരിഞ്ഞിടാം. ഞാൻ നിന്റെ വേലയെ തികച്ചിടാം. നിനക്കായിട്ടല്ലോ ഈ ജീവിതം എൻ്റെ യേശുവേ. നിനക്കായിട്ടല്ലോ ഈ ജീവിതം എൻ്റെ യേശുവേ. അഗ്നിയായി അഗ്നിയായി ഇറങ്ങണമേ. ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. അഗ്നിയായി അഗ്നിയായി ഇറങ്ങണമേ. ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. ഒഴുകണേ ഒഴുകണേ ആത്മശക്തിയായി ഒഴുകണമേ. 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 Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഈ അഭിഷേകം നിറയപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഹല്ലേലൂയാ. ഹല്ലേലൂയ. കൈകൾ കൂപ്പി സന്തോഷത്തോടെ പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ദൈവരാജ്യ ശുശ്രൂഷയിൽ പങ്കാളികളാകുമ്പോൾ നമ്മുടെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും അത്ഭുതകരമായ കാര്യങ്ങളാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഹല്ലേലൂയാ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവര് ആ വലതുകര ഉയർത്തിയൊന്ന് ഹല്ലേലൂയ പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഹല്ലേലൂയാ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മീയ മേഖലയിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തിരുവചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അത് പഴയ നിയമത്തിലെ ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്നാണ്. ദിനവൃത്താന്ത പുസ്തകം, അങ്ങനെ പുസ്തകം കേട്ടിട്ടുണ്ടോ? കുറെ പേരൊന്നും കേട്ടിട്ടില്ലായിരിക്കും. അങ്ങനെ ഒരു പുസ്തകം ബൈബിളിലുണ്ട്, ദിനവൃത്താന്ത പുസ്തകം, ബുക്ക് ഓഫ് ക്രോണിക്കൽ. ദിനവൃത്താന്ത പുസ്തകം 2-ാം പുസ്തകം. 2 പുസ്തകങ്ങളാണ് ദിനവൃത്താന്ത പുസ്തകത്തിനുള്ളത്. അതിൽ 2-ാം പുസ്തകം 7-ാം അധ്യായം 13, 14, 15 തിരുവചനങ്ങൾ. ബുക്ക് ഓഫ് ക്രോണിക്കൽസ്, സെക്കൻഡ് ബുക്ക്, ചാപ്റ്റർ 7, വേഴ്സ് 13, 14 and 15. 13, 14, 15 ബൈബിൾ തുറക്കാം, അതൊന്ന് കണ്ടുപിടിക്കണം. ദിനവൃത്താന്ത പുസ്തകം, എന്നിട്ടൊന്ന് ഒരുമിച്ച് നമുക്ക് വായിക്കാം. വചനം ഇങ്ങനെയാണ്: ഞാൻ മഴ തരാതെ ആകാശം അടയ്ക്കുകയോ ദേശത്തെ കൃഷി നശിപ്പിക്കുവാൻ വെട്ടുകിളിയെ നിയോഗിക്കുകയോ എൻ്റെ ജനത്തിനിടയിൽ മഹാമാരി അയക്കുകയോ ചെയ്യുമ്പോൾ
എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ദിനവൃത്താന്ത പുസ്തകത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഒരു വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവം കിട്ടുന്ന കാര്യം പഠിപ്പിക്കുകയാണ്. അതായത് ജീവിതത്തിൽ ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ, കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം? 13-ാം തിരുവചനം പഠിപ്പിക്കുന്നത് ജീവിതത്തിലെ തടസ്സങ്ങളെക്കുറിച്ചാണ്, കഷ്ടപ്പാടുകളെക്കുറിച്ചാണ്, ദുരിതങ്ങളെക്കുറിച്ചാണ്. ആ വചനം ഒന്ന് വായിച്ചേ. 13-ാം തിരുവചനം. ഞാൻ മഴ തരാതെ ആകാശമടയ്ക്കുകയോ ദേശത്തെ കൃഷി നശിപ്പിക്കുവാൻ വെട്ടികളെയോ നിയോഗിക്കുകയോ എൻ്റെ ജനത്തിനിടയിൽ മഹാമാരി അയക്കുകയോ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ, മഹാമാരി ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം? ഇതാണ് ചോദ്യം. എന്താ ചെയ്യണ്ടേ? 14-ാം തിരുവചനം പഠിപ്പിക്കുകയാണ്, വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. ഇങ്ങനെയെല്ലാം തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ട കാര്യം. ഒന്നാമത്തെ കാര്യം, എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കണം. നോട്ട് ബുക്കൊക്കെ എടുത്ത് എഴുതി പഠിച്ചോ. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? നിനക്കൊരു തടസ്സം ഉണ്ടാവുമ്പോൾ, ദുരിതം ഉണ്ടാവുമ്പോൾ, സങ്കടം ഉണ്ടാവുമ്പോൾ ആദ്യം ദൈവത്തെ അന്വേഷിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 രണ്ടാമത്തെ കാര്യം, തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കണം. എളിമപ്പെട്ട് പ്രാർത്ഥിക്കുക. ഒന്നാമത്തെ കാര്യം എന്താണ്? ദൈവത്തെ അന്വേഷിക്കണം. രണ്ടാമത്തെ കാര്യം, എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം. വചനം പറയുന്നത് മൂന്നാമത്തെ കാര്യം, തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയണം. ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയണം. 3 കാര്യങ്ങൾ. ജീവിതത്തിൽ ദുഃഖങ്ങളിലൂടെ, ഭാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചെയ്യേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. കഴിഞ്ഞ നാളിൽ പ്രാർത്ഥിക്കാൻ വന്ന ഒരു കുടുംബനാഥൻ മകനെക്കുറിച്ച് വലിയ ഭാരത്തിലാണ്. മകൻ കോളേജ് പഠന കാലഘട്ടമാണ്. മകൻ്റെ ചീത്ത കൂട്ടുകെട്ട്, സ്വഭാവ ദൂഷ്യങ്ങൾ, അങ്ങനെ മുഴുവൻ പരാതികൾ. അപ്പം ഇതിനിടയിൽ അപ്പം പറഞ്ഞു, അച്ഛാ അവൻ പള്ളിയിൽ അൾത്താര ശുശ്രൂഷയായിരുന്നു, ഇപ്പം പള്ളി പോകുന്നില്ല എന്ന് മാത്രമല്ല മഹാപ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. എന്ത് ചെയ്യും? അച്ഛനൊന്ന് പ്രാർത്ഥിച്ച്, എന്നിട്ട് എന്താ ചെയ്യണ്ടേ? അപ്പം ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടാ മകന് വേണ്ടി ചേട്ടൻ ഒരു ധ്യാനം കൂടിയാലോ? അച്ഛാ അവനല്ലേ കൂടേണ്ടത്. ശരിയാണ്, പക്ഷെ അവനെപ്പോൾ വിളിച്ചാൽ വരുന്നില്ലല്ലോ. മകന് വേണ്ടി ചേട്ടൻ ഒരു ധ്യാനം കൂടിയാലോ? അച്ഛാ ഞാൻ ധ്യാനം കൂടേണ്ട ആവശ്യമൊന്നുമില്ല അച്ഛാ, അത്യാവശ്യം ഞാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല, അതല്ല, മകന് വേണ്ടി ചേട്ടൻ ഒരു ധ്യാനം കൂടിയാലോ? ഈ വ്യക്തിയോട് ഞാനിങ്ങനെ പറയുന്നതനുസരിച്ച് ഇദ്ദേഹം മറുതലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ചേട്ടനും കുടുംബവും ഒരു ധ്യാനം കൂടിയിട്ട് എത്ര നാളായിട്ടുണ്ട്? അപ്പം അദ്ദേഹം ഇങ്ങനെ ആലോചന തുടങ്ങി. അല്ല, ഞങ്ങളിങ്ങനെ പള്ളിയിലൊക്കെ പോകുന്നവരാണ്, ഞങ്ങൾ അങ്ങനെ ദൈവനിഷേധകരൊന്നും അല്ല. ഞാൻ പറഞ്ഞൊക്കെ ശരി, ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി ഒരു മുഴുവൻ ധ്യാനം താമസിച്ചുള്ള ധ്യാനം കൂടിയിട്ട് എത്ര നാളായി? പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അത് കല്യാണത്തിന് മുമ്പ് ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടിയിട്ടുണ്ട്, അതല്ലാതെ ഞാൻ ഒരു ധ്യാന കേന്ദ്രത്തിലും പോയിട്ടില്ല. ഞാൻ ഒരു ധ്യാന കേന്ദ്രങ്ങളിലും പോയി കുടുംബസമേതം ധ്യാനിച്ചിട്ടില്ല. ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇതാ ഈശോ എന്നോടും നിന്നോടും പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ ദുരന്തങ്ങളും ഭാരങ്ങളും ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ട കാര്യം ദൈവത്തെ അന്വേഷിക്കണം. ദൈവത്തെ അന്വേഷിക്കണം. മകനെക്കുറിച്ച് ഭാരപ്പെട്ട് വന്നിരിക്കുന്ന അപ്പൻ ഇനിയിപ്പോൾ ഒരു വഴിയുമില്ല എന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹം ധ്യാനകേന്ദ്രത്തിലെത്തിയത്. കൂട്ടത്തിലുള്ളൊരു സുഹൃത്താണ് കൊണ്ടുവന്നത്.
അദ്ദേഹത്തിന് ധ്യാനം കൂടാനൊന്നും വലിയ താല്പര്യമില്ല. മകനെ കുറിച്ച് പറഞ്ഞ് മകനെ എങ്ങനെയെങ്കിലും ശരിയാക്കണം. അപ്പാ, അപ്പൻ മകന് വേണ്ടി ഒരു ധ്യാനം കൂടണ്ടേ? അപ്പൻ മകന് വേണ്ടി ഒരു ധ്യാനം കൂടണ്ടേ? പ്രിയപ്പെട്ടവരെ, സംസാരിച്ചു വന്നപ്പോഴാണ് എനിക്ക് പിന്നീട് മനസ്സിലായത്, സത്യത്തിൽ മാനസാന്തരം വേണ്ടത് ഈ അപ്പനാണ്. അപ്പൻ്റെ സ്വഭാവ ദൂഷ്യങ്ങളിൽ കണ്ട് മനം മടുത്തിട്ടാണ് ഇന്ന് കോളേജിൽ പഠിക്കുന്ന മകൻ ഇങ്ങനെയായി തീർന്നത്. ഇത് ഈ അപ്പൻ സമ്മതിക്കണ്ടേ? അപ്പൻ്റെ ഓരോ കുറവുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ന്യായവാദങ്ങളാണ്. അച്ഛാ, കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്നുണ്ട്, പിന്നെ എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ താല്പര്യങ്ങൾ, അതിനിപ്പോൾ എന്താ കുഴപ്പം? 100 ന്യായവാദങ്ങൾ. ദാ ഈ വചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദര, സഹോദരി, നമ്മൾ ചെയ്യേണ്ട കാര്യം, വീട്ടിലൊരു സംഘർഷം ഉണ്ടെങ്കിൽ, ഭാരം ഉണ്ടെങ്കിൽ, തർക്കം ഉണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം ദൈവത്തെ അന്വേഷിക്കണം. ദൈവത്തെ അന്വേഷിക്കണം. ഇടവക ദേവാലയത്തിൽ നമ്മൾ പോകുന്നുണ്ടല്ലോ, എന്തിനാ പോണേ? പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എന്താ പ്രാർത്ഥിക്കുന്നേ? നാളുകൾക്ക് മുമ്പ് ഒരു വികാരിച്ചൻ പറഞ്ഞിട്ട് ഇടവകയിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ കാണാൻ പോയി. ഇപ്പം ഇയാൾ പള്ളിയിലൊക്കെ പോക്ക് നിർത്തി. കാരണം ചോദിച്ചു വന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞത്, അച്ഛാ, ഞാൻ കഴിഞ്ഞ 12 വർഷമായിട്ട് ഞങ്ങളുടെ പള്ളിയിലെ ട്രസ്റ്റി ആയിരുന്നു, കൈക്കാരൻ. ഞാനാണ് അച്ഛാ ആ പള്ളിയിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ അച്ഛാ, ഇപ്പോൾ ഒരു പുതിയ വികാരിയച്ഛൻ വന്നിരിക്കുകയാണ്. ഈ അച്ഛൻ വന്നതിന് ശേഷം ഞങ്ങളെ എല്ലാവരെയും അങ്ങോട്ട് മാറ്റി പുതിയ ആളുകളെ തിരഞ്ഞെടുത്തു. ഇപ്പം അച്ഛാ, എനിക്കൊരു വിലയില്ല. പിന്നെ ഞാനെന്തിനാ പള്ളിയിൽ പോണേ? ഞാനിപ്പോൾ പള്ളിപ്പോക്കൊക്കെ നിർത്തി. ഞാനെന്തിനാ പള്ളിയിൽ പോണേ? അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കി, ഇയാൾ ഇത്രയും നാളും പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന എന്തിനായിരുന്നു? ആരെ അന്വേഷിച്ച? കൈക്കാരനാകാൻ, സ്ഥാനം കിട്ടാൻ. ബൈബിള് പറയുന്നത് നീ നിന്റെ ദൈവത്തെ അന്വേഷിക്കണം. ചില ആളുകളൊക്കെ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ വരുമ്പോൾ ആദ്യം മുറി എങ്ങനെയുണ്ട്, സൗകര്യങ്ങൾ എങ്ങനെയുണ്ട്, ഇവിടുത്തെ പാട്ടെങ്ങനെയുണ്ട്, പ്രസംഗം എങ്ങനെയുണ്ട്, ഭക്ഷണം എങ്ങനെയുണ്ട്, അല്ലേ? അവരിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ധ്യാനം കഴിയുന്നവരെ വരെ ഒരു വാച്ച് ചെയ്ത് അവസാനം ഒരു വാച്ച്മാനായിട്ട് തിരിച്ചു പോകും. നമ്മൾ ആരെ അന്വേഷിക്കുന്നു? ദൈവത്തെ അന്വേഷിക്കണം. ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നമ്മൾ തമ്പുരാൻ കർത്താവിനെയാണ്, വേറെ ഒരു കാര്യത്തിൽ ഇടപെടണ്ടെന്ന്. ദൈവത്തെ അന്വേഷിക്കണം. വലതും ഇടതും ഇരിക്കുന്നവരോടൊക്കെ പറഞ്ഞു കൊടുത്തേ, ദൈവത്തെ അന്വേഷിക്കണം. ജീവിതത്തിലെ ദുരിതം, ഭാരം, കഷ്ടപ്പാട് വരുമ്പോൾ ആദ്യം ദൈവത്തെ അന്വേഷിക്കണം. രണ്ടാമത്തെ കാര്യം, എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം. എളിമപ്പെടാൻ മലയാളിക്ക് പൊതുവെ ഇച്ചിരി മടിയാണ്, അല്ലേ? ഇച്ചിരി മടിയാണ്, പ്രത്യേകിച്ച് പള്ളിയിൽ. ദേവാലയത്തിലും ധ്യാനത്തിനൊക്കെ വരുമ്പോൾ വല്ലാത്ത മടിയാണ്. എന്തിനാണ് കൈ പൊക്കുന്നത്? എന്തിനാണ് കൈ അടിക്കുന്നത്? എന്തിനാണ് ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നത്? വലിയ മടി. എന്നാൽ ചില കാര്യങ്ങൾക്ക് ഒട്ടും മടിയില്ല. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ ഹൈവേ സൈഡിൽ അവിടെ ഇവിടെ കണ്ടിട്ടുണ്ട്, ബീവറേജിൻ്റെ മുമ്പിലൊക്കെ എത്ര വലിയ ക്യൂ, എത്ര മണിക്കൂർ അവർ എളിമപ്പെട്ട് നിന്നോളും. ഒരു ക്ഷീണവും ഇല്ല, അല്ലേ? ഒരു ക്ഷീണമില്ല. പള്ളിപ്പെരുന്നാളിനെ കണ്ടിട്ടില്ലേ? ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പള്ളിക്കകത്ത് കൈകൂപ്പി നിൽക്കാൻ മടിയാണ്, മുട്ടുകുത്താൻ മടിയാണ്. പക്ഷേ ഈ പള്ളിപ്പെരുന്നാളിനൊക്കെ ശിങ്കാരി മേളത്തിൻ്റെയൊക്കെ മുമ്പിൽ, അല്ലേ, ഉടുത്തിരിക്കുന്ന മുണ്ട് പോലും തലയെ കെട്ടി വെച്ചിട്ട് ഒരു നാണവും ഇല്ലാതെ ചാടിത്തുള്ളും. ഒരു നാണവും ഇല്ല, എളിമപ്പെടും. എവിടെ? നാട്ടുകാരുടെ മുമ്പിൽ. അങ്ങനെയുള്ള അവസരത്തിൽ പക്ഷേ പള്ളിക്കകത്ത് കയറി കഴിഞ്ഞാൽ 100,000 ചോദ്യ. എന്തിനാ മുട്ടുകുത്തണേ? എന്തിനാ കൈ പൊക്കണേ? എന്തിനാ പ്രാർത്ഥിക്കണേ? എന്തിനാ ഉച്ചത്തിൽ വിളിക്കുന്നേ? അല്ലേ? 100,000 കാര്യങ്ങളാണ്. മലയാളിയുടെ ഒരു സ്വഭാവ രീതിയാ, കുറ്റപ്പെടുത്താനല്ല, ഒന്ന് ചിന്തിച്ചാൽ മതി. തമ്പുരാന്റെ മുമ്പിൽ എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം. യെശയ്യായുടെ പ്രവചനം 66 അധ്യായം 2 തിരുവചനം. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 66 വേഴ്സ് 2 വചനം പഠിപ്പിക്കുന്നത്, കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എൻ്റെ കരവേലയാണ്, ഇവയെല്ലാം എൻ്റേതു തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. ഇതാ വചനം പഠിപ്പിക്കുകയാണ്, ആത്മാവിൽ എളിമയും. ആത്മാവിൽ എളിമപ്പെടണം. തമ്പുരാന്റെ മുമ്പിൽ എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭർത്താവിനോട് കുറെ നാളായിട്ട് ഭാര്യ വഴക്കിലാണ്. ഭാര്യ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛാ,
എനിക്ക് സ്നേഹിക്കാൻ തോന്നുന്നില്ല, അയാളുടെ സ്വഭാവ രീതി എനിക്ക് ഇഷ്ടമില്ല, വലിയ ഭാരത്തിലാണ്. ഞാൻ ചോദിച്ചു, ഇപ്പം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നേ? അച്ഛാ, ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു. പിന്നെ എന്ത് ചെയ്തു? ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു. ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കണ എന്നാന്നറിയോ? ഈ സഹോദരി കൂട്ടുകാരികൾ, പഠിച്ച കൂട്ടുകാരികൾ വാട്സപ്പിലൊക്കെ ഉണ്ട്, അവരൊരുമിച്ചിരുന്ന് ചർച്ച ചെയ്യാണ് ഇങ്ങനെയുള്ള ഭർത്താവിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം. വീട്ടിൽ പറഞ്ഞിരിക്കുകയാണ്, അമ്മയോട് പറഞ്ഞിരിക്കുകയാണ്, കുടുംബത്തിൽ ചർച്ച, ഈ ഭർത്താവിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന, ചർച്ച ചെയ്തുകൊണ്ടിരുന്നാൽ, കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഉത്തരം കിട്ടുമോ? ഒരിക്കലും ഉത്തരം കിട്ടില്ല. വചനം എന്താ പഠിപ്പിക്കുന്നത്? ദൈവത്തെ അന്വേഷിക്കണം. നിന്റെ ജീവിത പങ്കാളിയോട് നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ജീവിത പങ്കാളിയെ ചേർത്ത് പിടിച്ച് തമ്പുരാനെ അന്വേഷിക്കണമെന്ന്. ചർച്ച ചെയ്തും തർക്കിച്ചും കൊണ്ടല്ല ഇരിക്കേണ്ടത്. വാട്സപ്പ് ഗ്രൂപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ചർച്ച ചെയ്യല്ല വേണ്ടത്, മറിച്ച് തമ്പുരാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കണം. ഒന്ന്, ദൈവത്തെ അന്വേഷിക്കണം. രണ്ട്, എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം. മൂന്നാമത്തെ കാര്യം, ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയണം. എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വഭാവത്തിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ മാറ്റം ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ചേ. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, ഞാൻ ഇങ്ങനെയാകാൻ കാരണം മറ്റുള്ള വ്യക്തി കൊണ്ടാണ്. എൻ്റെ മകൻ ഇങ്ങനെയായിരിക്കുന്നു, അപ്പൻ വന്നില്ല പ്രാർത്ഥിക്കാൻ, എൻ്റെ മകൻ ഇങ്ങനെയായിരിക്കുന്നു, അവനെ ശരിയാക്കണം. അപ്പൻ്റെ കാര്യമോ, എനിക്ക് കുഴപ്പമില്ല, അവനാണ് ശരിയല്ലാത്തത്. ഭാര്യ ഭർത്താവിനെ ഓർത്തുകൊണ്ട് പരാതിയുമായിട്ട് വന്നിരിക്കുന്നു. ആരാ ശരിയാകേണ്ടേ? ഭാര്യ ശരിയാവേണ്ടേ? ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഭർത്താവിനാണ് കുഴപ്പം. ചുറ്റുവട്ടത്തുള്ളവരെ നോക്കിക്കൊണ്ട് കുറ്റപ്പെടുത്തണ്ട, പരാതി പറയണ്ട, മറിച്ച് എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. നമ്മളെ തന്നെ ഒന്ന് ശരിയാക്കാനുള്ള തീരുമാനം, ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ എന്താ വചനം പഠിപ്പിക്കുന്നത്? 15-ാമത്തെ തിരുവചനം, ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. ദാ നീ ആയിരിക്കുന്നിടത്ത്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, തമ്പുരാൻ കർത്താവ് പ്രാർത്ഥന കേൾക്കാൻ, ഇന്ന് നീ കടന്നു പോകുന്ന ദുഃഖം ദുരിതത്തിൻ്റെ നടുവിൽ ഉത്തരം കിട്ടാൻ ചെയ്യേണ്ട കാര്യം വചനം നമ്മളെ പഠിപ്പിക്കുക. തമ്പുരാനെ അന്വേഷിക്കണം, എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം, ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയണം. അങ്ങനെ ചെയ്താൽ സ്വർഗത്തിൽ നിന്ന് ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് ഉത്തരം നൽകും. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഏത് വിഷയത്തിലാണ് നീ ഭാരപ്പെട്ടിരിക്കുന്നേ? എന്താ നിന്നെ അലട്ടുന്നത്? എന്തുമായിക്കൊള്ളട്ടെ, ഉത്തരമുണ്ട്, ഉത്തരമുണ്ട്. ദൈവം നിന്നിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നിനക്ക് ഉത്തരം നൽകാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം.